ഹരി ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരു മഹാശയ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആത്മപ്രണാമം. നമ്മൾ വീണ്ടും മീരയിലേക്ക് എത്തുകയാണ്. നമ്മൾ വീണ്ടും മീരയിലേക്ക് എത്തുകയുള്ളൂ. കാരണം മീര നമുക്ക് വേണ്ടി തുറന്നിട്ട പാതയിലൂടെയാണ് നമ്മുടെ ഗുരു നമ്മളെ കൊണ്ടുപോകുന്നത്. തേരോ കോയി നഹി രുഖ് നഹാർ. ആർക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. ആർക്കും നിങ്ങളെ തടയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ശക്തിക്കും നമ്മളെ തടയാൻ കഴിയില്ല എന്നാണ്. മീരാഭായിയുടെ ജീവിതം കൊണ്ട്, ശരിക്കും ജീവിതം കൊണ്ടല്ല, ജന്മങ്ങൾ കൊണ്ട് മീരാഭായി നമ്മളെ അത് പഠിപ്പിച്ചതാണ്. തീർച്ചയായും നമ്മൾ ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നേരത്തെ ബാലുജി പറഞ്ഞതുപോലെ അനിവാര്യമായ ഒരു ഫിൽട്ടറൈസേഷൻ നടക്കണം. അനിവാര്യമായ ആ ഫിൽട്ടറൈസേഷന്റെ അന്ത്യത്തിൽ മീരാഭായി പറയുന്നത് പോലെ ആ വിളി നമുക്ക് വരും. ആ വിളി നമുക്ക് വന്നാൽ പിന്നെ ഒരു ശക്തിക്കും നമ്മളെ തടയാൻ കഴിയില്ല. ആ വിളിയെക്കുറിച്ചാണ്, ആ വിളി ഓരോ സാധകനിലും എത്തണമെങ്കിൽ നാം എങ്ങനെ സഞ്ചരിക്കണം എന്നാണ് മീരാഭായി നമ്മളോട് പറയുന്നത്. ഒരു സാധകന്റെ തലത്തിൽ നിന്നും ഗുരുവിന്റെ പാദസ്മരണയോടുകൂടി അത് പറയാനുള്ള എളിയ ശ്രമമാണ് ദാസൻ നടത്തുന്നത്. നമുക്ക് ആദ്യം ആ ദോഹയിലേക്ക് പോകാം. തേരോ കോയി നഹി രുഖ് നഹാർ, ബുലാവോ ജോ കൃഷ്ണ മുരാരെ, മകൻ കോയി മീര ചലി. लाज शर्म कुल की मर्यादा सिर से दूर करी, मान अपमान दोवो दरी पड़के, निकसी ज्ञान गले. ऊंची अडरिया ताल किवड़िया, निर्गुण सेज बिछी, पंच रंगी चालर शुभ सोहे, फूलन फूल गले. सेज सुगमना मीरा सोहे, शुभ है आज घड़ी. तुम जावो घर राणा अपना, मेरी धारी नहीं सही. सुमिरन ढाल हाथ में लेनो, शोभा अधिक करे. मीरा को प्रभु गिरिधर नागर सिंदूर मांग भरे. തേരോ കോയി നഹി രുഖ് നഹർ. നിങ്ങളെ ആരും തടയില്ല, തടയാൻ കഴിയുന്നവർ ഉണ്ടാകില്ല. എപ്പോഴാണ് ആ വിളി നിങ്ങൾക്ക് കിട്ടിയാൽ, കൃഷ്ണമുരാരിയുടെ വിളി നിങ്ങൾക്ക് ശ്രവിക്കാനായാൽ, പിന്നെ നമ്മളെ ആരും തടയാൻ കഴിയില്ല എന്നാണ് മീരാഭായി നമ്മളോട് പറയുന്നത്. ഈ വിളി അത്ര
എളുപ്പമല്ല കേൾക്കാൻ. ഒരുപക്ഷെ നമ്മൾ അവധൂതന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ കുറേ പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രതിബന്ധങ്ങൾ മനസ്സിലായിട്ടുണ്ടാകാം. അതെത്രമാത്രം ലളിതമാണ് ആ പ്രതിബന്ധങ്ങൾ എന്നുള്ളത് മീരാഭായിയുടെ ജീവിതം നമ്മൾ മുൻപോട്ട് വെക്കുമ്പോൾ അറിയാം. നാരായണദാസ് ജി പറയുന്നത് പോലെ ഒന്നും മീരാഭായിക്ക് അനുകൂലമായിരുന്നില്ല ജീവിതത്തിൽ. ഒന്നും. ജനനം പോലും അനുകൂലമായിരുന്നില്ല. ശരിക്ക് പറഞ്ഞാൽ സുഖസുഷുപ്തിയിലുള്ള ഒരു രാജകൊട്ടാരത്തിൽ ജനിക്കുന്നവർക്ക് ഉൾവിളി ഉണ്ടാകണമെങ്കിൽ അതിന് ഒരുപാട് കടമ്പകൾ വീണ്ടും കടക്കേണ്ടി വരും. പൂർവസൂരികളിൽ നിന്ന് അവർക്ക് ദത്തമാകുന്നത് എന്തോ അതുപോലും ശുഷ്കമായിരിക്കും എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള മീരാഭായി എങ്ങനെയാണ് ആ ജന്മത്തിൽ തന്നെ ഈ വിളി കൃഷ്ണനിൽ നിന്നും തൻ്റെ പതിയിൽ നിന്നും കേട്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ വീണ്ടും പുറകോട്ട് പോകേണ്ടി വരും. നമ്മൾ വളരെ സിമ്പിളായി ലളിതമായി പറഞ്ഞു പോകും. ജന്മജന്മാന്തരങ്ങളുടെ പുണ്യമാണ് ഈ ദർശനം എന്നൊക്കെ നമ്മൾ പറയും. സുദാമാവിന്റെ ധർമ്മപത്നിയായിരുന്നു മീര കഴിഞ്ഞ ജന്മത്തിൽ ആ ജന്മത്തിന് മുമ്പുണ്ടായിരുന്നത് എന്താണ് എന്ന് കുറിച്ചു വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കുറിച്ചു വെക്കാൻ പറ്റാതായിപ്പോയത് എന്ന് ധരിച്ചുകൊണ്ട് മീരാഭായിയുടെ ജന്മത്തിൽ നമുക്കറിയാവുന്ന ഏറ്റവും അടുത്ത ജന്മം മാത്രമാണ് നമ്മളിവിടെ സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. സുദാമായെ നമുക്കറിയാം. ലോകത്തിൽ വിശ്വോത്തരമായ ഒരു സൗഹൃദം നിലനിന്നിരുന്നു എങ്കിൽ, നിലനിൽക്കുന്നു എങ്കിൽ, ഇനി നിലനിൽക്കുമെങ്കിൽ അത് ഭഗവാനും സുദാമായുമായുള്ള ബന്ധം മാത്രമാണ്. മണ്ണും പൊടിയും കലർന്ന അവൽപ്പൊതി സ്വീകരിച്ചുകൊണ്ട് താനായി സൃഷ്ടിച്ചതെല്ലാം തൻ്റെ സതീർത്ഥ്യനായി കാഴ്ചവെച്ച മുരാരിയെ തടയേണ്ടി വന്നു ലക്ഷ്മി ദേവിക്ക്. ഇല്ലെങ്കിൽ അവരെ കൂടി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഭഗവാൻ വിശാല ഹൃദയനായി എന്നുള്ളതാണ്. അത്രമാത്രം സൗഹൃദമാണ്, ബന്ധങ്ങൾക്കും അപ്പുറമുള്ള ബന്ധമാണ് സുദാമായുമായി ഭഗവാൻ ഉണ്ടായിരുന്നത്. അദ്ദേഹം 13-ാം വയസ്സിൽ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് ഭഗവാനോട് പറഞ്ഞപ്പോൾ 3-ഓ 4-ഓ വയസ്സുള്ള ഭഗവാനും അതേ ആഗ്രഹമുണ്ടായി. എനിക്കും വേണം കല്യാണം. എന്താണ് കാരണം? തൻ്റെ സതീർത്ഥ്യൻ എന്താണോ ചെയ്യുന്നത് അത് ചെയ്യണം താനും. വ്യത്യാസങ്ങൾ പാടില്ല. അപ്പൊ തൻ്റെ സതീർത്ഥ്യൻ അതാകാമെങ്കിൽ തനിക്കുമാകാം എന്ന ഭഗവാന്റെ ചിന്തയിൽ നിന്നും ഭഗവാനും തീരുമാനിച്ചു ഒരു വിവാഹം കഴിച്ചേ പറ്റൂ. 4 വയസ്സുള്ള ഭഗവാന് ഗോപികമാരുടെ ബഹളമാണ്, സതീർത്ഥ്യന്മാരുടെ ബഹളമാണ്. അന്നു മുതലേ ചോറെന്നാണ് വിളിക്കുന്നത്, കള്ള എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ചിലരുടെ ഹൃദയം കവർന്നു, ചിലരുടെ നെയ്യ് കവർന്നു, ചിലരുടെ പാല് കവർന്നു, ചിലരെ തന്നെ കവർന്നു. അങ്ങനെ തൻ്റെ പ്രണയം കൊണ്ട് കേവലം 4-ാമത്തെ വയസ്സിൽ തന്നെ ഈ ലോകത്തെ കീഴടക്കിയ മുരാരിയെ അദ്ദേഹത്തിൽ നിന്നും ഏകദേശം 12-ഓ 11-ഓ വയസ്സിനപ്പുറം പ്രായമുണ്ടായിരുന്ന
അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു സുദാമ. ആ സുദാമ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നു. മാധവി എന്ന സ്ത്രീയെയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സ്വാഭാവികമായ ഒരിഷ്ടം, തൻ്റെ സതീർത്ഥ്യനോടുണ്ടായിരുന്നത് പോലെയുള്ള ഒരിഷ്ടം ഭഗവാന് അവരോട് തോന്നി. ഇഷ്ടം തോന്നിയാൽ പിന്നെന്താണ് ചെയ്യുക? ഇന്ന് മെസ്സേജ് അയക്കാൻ മാർഗമുണ്ട്, ഫോൺ വിളിക്കാൻ മാർഗമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അന്ന് അതില്ലാത്തത് കൊണ്ട് നേരിട്ട് കാണുക എന്നുള്ളതാണ് ആദ്യത്തെ മാർഗം. അപ്പൊ സുദാമായോട് ഭഗവാൻ പറഞ്ഞു, വരുമ്പോ മാധവിയെ കൊണ്ടുവരണം, എനിക്കൊന്ന് കാണണം. സുദാമായിക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം കാണിക്കുമെങ്കിൽ അത് എന്റെ കണ്ണനെ മാത്രമേ കാണിക്കൂ എന്ന ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് സുദാമ അവിടെ നിന്നും വേർപിരിഞ്ഞു പോകുന്നത്. പക്ഷേ ലോകത്തിലെ ഏറ്റവും പുണ്യമായ ജന്മം അത് അമ്മയുടെ ജന്മമാണെന്ന് നമ്മൾ പറയുമ്പോഴും ആ ജന്മത്തിൽ സ്വാർത്ഥത കലർന്നിട്ടുണ്ടെങ്കിൽ അത് മക്കളുടെ അധപ്പതനത്തിന് കാരണമാകും എന്ന് ഉദ്ഘോഷിക്കുന്നതാണ് തൻ്റെ മകൾക്ക് ആ അമ്മ കൊടുത്ത, മാധവിക്ക് അമ്മ കൊടുത്ത ഉപദേശം. അവിടെ ഒരുത്തനുണ്ട്, കള്ളനാണ്. കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, അടുത്ത് പോകാൻ പാടില്ല. കുട്ടിയാണ് മാധവി. അമ്മ പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. വിവാഹം കഴിഞ്ഞു. സുദാമായും മാധവിയും കൂടി എത്തിയപ്പോ തൻ്റെ രഥത്തിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് സുദാമായുടെ അടുത്ത് ഓടിച്ചെന്നു, തൊട്ട് പിടിച്ചിട്ട് പറഞ്ഞു, എന്തിയേ നിന്റെ അഗ്നി എന്തിയേ, എനിക്കൊന്ന് കാണണം. സുദാമ പറഞ്ഞു, ഒരു സെക്കൻഡ്, ഞാനിപ്പോ കാണിക്കാം. സുദാമ പോയി വിളിച്ചു. കാളവണ്ടിയിൽ തട്ടി തന്റെ ദുപ്പട്ട കൊണ്ട് താൻ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ തന്റെ കാൽനഖങ്ങൾ പോലും മറച്ചു മാധവി. കള്ളനാണ്, ഹൃദയം കവരുന്നവനാണ്, മൊത്തത്തിലേ കവരുന്നവനാണ്. അതുകൊണ്ട് അമ്മ പറഞ്ഞ ആ മുന്നറിയിപ്പ് പൂർണ്ണമായി മകൾ ഏറ്റെടുത്തപ്പോൾ ഭഗവാൻ ഒരു യാചകനെ പോലെ മാധവിയുടെ മുമ്പിൽ നിന്നു. ഞാൻ കണ്ണനാണ്, കാണണം, സംസാരിക്കൂ. 3 or 4 നിരകളുള്ള ദുപ്പട്ട കൊണ്ട് മറച്ച് ശബ്ദം പോലും ശരിക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ മാധവി പറഞ്ഞു, നീ കള്ളനാണ്, നിന്നെ ഞാൻ കാണില്ല, നിന്റെ അടുത്തേക്ക് ഞാൻ വരില്ല. യാചനയിൽ നിന്നും അഭ്യർത്ഥനയിലേക്കും നിന്നും മുന്നറിയിപ്പ് പോലെയും ഭഗവാൻ സംസാരിച്ചു തുടങ്ങി. എന്തു ചെയ്തിട്ടും മാധവിക്ക് കുലുക്കമില്ല. നീ പറയുന്നതെല്ലാം കള്ളമാണ്, അതെനിക്ക് കേൾക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, വേദനിക്കേണ്ടി വരുമല്ലോ, ഇത് നിയോഗമാണ്, നിന്റെ നിയോഗമാണ്. ഭഗവാനായ ഞാൻ പോലും വിചാരിച്ചാൽ അത് മാറ്റാൻ പറ്റുന്നില്ലല്ലോ എന്ന സങ്കടമാണ് എനിക്കുള്ളത്. നീ വേദനിക്കേണ്ടി വരും. മാത്രമല്ല, എന്റെ ദർശനം നിനക്ക് ഈ ജന്മത്തിൽ സാധ്യമാകുകയുമില്ല. ചിരിച്ചുകൊണ്ട് മാധവി പറഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ കള്ളക്കണ്ണനിൽ നിന്ന് രക്ഷപ്പെട്ടു. വിവാഹമൊക്കെ കഴിഞ്ഞ് വൃന്ദാവനത്തിൽ സംസാരിക്കുമ്പോഴെല്ലാം കേൾക്കുന്നത് മുഴുവൻ കണ്ണാ കണ്ണാ എന്ന ശബ്ദം, കാണുന്നത് മുഴുവൻ കണ്ണന്റെ രൂപങ്ങൾ. ഗോപികമാരിലൂടെ, കണ്ണന്റെ സതീർത്ഥ്യരിലൂടെ, ഗോക്കളിലൂടെ അവിടുത്തെ ചരാചരങ്ങൾ മുഴുവൻ ഒരേ മന്ത്രം ഉച്ചരിക്കുന്നു, കണ്ണാ കണ്ണാ കണ്ണാ. സ്വാഭാവികമായും ഒരു സാധകൻ ചെയ്യുന്നത് പോലെ അന്വേഷണം ആരംഭിച്ചു മാധവി. എല്ലാവരും ഒരേപോലെ, സർവചരാചരങ്ങളും
പരമമായ ആ കള്ളന്റെ നാമം എന്തിനാണ് ഉച്ചരിക്കുന്നത്, എന്താണ് ഇതിലുള്ളത് എന്ന അന്വേഷണം ചെന്നെത്തി നിന്നത്. അയ്യോ, താൻ ചെയ്തത് മഹാപരാധമാണ്. പരമാത്മാവായ സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ മുമ്പിലാണ് താൻ ഈ അഹങ്കാരങ്ങളെല്ലാം കാണിച്ചത്, അദ്ദേഹത്തെയാണ് താൻ വിലക്കിയത് എന്ന ബോധ്യമായപ്പോ ഒരു നിമിഷം പോലും താമസിക്കാതെ ഗോപികമാരെ വിളിച്ചു വിട്ടിട്ട് പറഞ്ഞു, എനിക്ക് കണ്ണനെ കാണണം. തൊട്ടടുത്താണ് കണ്ണൻ, ഏറെ അകലത്തിലാണ്, ഒരു രീതിയിലും കാണാൻ കഴിയുന്നില്ല. സതീർത്ഥ്യർക്കെല്ലാം കാണാം, സുദാമാവിനെ എപ്പോഴും കാണാം. എന്നാൽ ഗോക്കൾ മുഴുവൻ കണ്ണാ കണ്ണാ എന്ന ശബ്ദത്തോടുകൂടി ആ പരമാത്മാവിന് പുറകെ നടക്കുമ്പോഴും മാധവിക്ക് മാത്രം ആ ദർശനം ലഭിക്കുന്നില്ല. പല വഴികൾ നോക്കി. അവസാനം ഒരവസരം വന്നു. പല വഴികൾ ഗോപികമാരിലൂടെ റെക്കമെൻഡേഷൻ നടത്തി, നടന്നില്ല. നദീതീരത്ത് പോയിരുന്നു, യമുനയുടെ തീരത്ത് പോയി ആ ജലത്തിൽ പ്രതിബിംബം കാണുന്നത് കണ്ണനെയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ പിഞ്ചു ബാലകന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയ മാധവിക്ക് പിന്നെയും അനുഭവങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായി. എങ്ങനെയും ആ പരമാത്മാവിനെ, തന്റെ ഹൃദയം തുറക്കുന്ന താക്കോലുമായി നടക്കുന്നവനെ കണ്ടേ മതിയാകൂ എന്ന് വന്നപ്പോഴാണ് ഏറ്റവും സുന്ദരമായ അവസരം മാധവിയുടെ ആ ജന്മത്തിലെത്തുന്നത്. ഇന്ദ്രനുമായി കോപിച്ച് ഭഗവാൻ തന്റെ ചെറുവിരലിൽ ഗോവർദ്ധനോദ്ധാരണം നടത്തി. അപ്പോ ഗോപിക ചെന്നിട്ട് പറഞ്ഞു, ഇപ്പൊ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോ ഭഗവാൻ സെന്ററിലായിട്ട്, മധ്യത്തിലായിട്ട് ദാ അങ്ങനെ വിരലും ചൂണ്ടി ഗോവർദ്ധനമൊക്കെ ഉയർത്തി അങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാം, നീയും പോരെ, എവിടെയെങ്കിലും നിന്ന് കണ്ടോ, സൗകര്യമുണ്ട്. കേൾക്കാത്ത പാതി കേട്ട പാതി മാധവി ഓടിയെത്തി. മാധവിക്ക് കാണാനേ കഴിഞ്ഞില്ല കണ്ണനെ. പരമാവധി ശ്രമിച്ചു, കേണപേക്ഷിച്ചു, പാതുകം പണിഞ്ഞു, എങ്ങനെയെങ്കിലും എനിക്ക് അങ്ങയെ കണ്ടേ പറ്റൂ. അവസാനം ആ കണ്ണുകൾ മാത്രം മാധവിക്ക് ദർശനയോഗ്യമായി. അവബോധ ബിന്ദുക്കളുടെ പ്രവാഹം തുടിക്കുന്ന ആ കണ്ണുകൾ ഇങ്ങനെ ശബ്ദിച്ചു മാധവിയോട്, യുഗങ്ങൾ കാത്തിരിക്കേണ്ടി വരും നിനക്ക് എന്റെ ദർശനത്തിന്. ഇനി ഒരു യുഗം കൂടി കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് എന്റെ ദർശനം ലഭിക്കുകയുള്ളൂ. അത്രമാത്രം അക്ഷന്തവ്യമായ തെറ്റാണ് നീ ചെയ്തത്. അന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് മാധവിയോട് ഭഗവാൻ തിരിഞ്ഞു പോരുകയാണ് ചെയ്യുന്നത്. ആ മാധവിയുടെ പുനർജന്മമാണ് നമ്മുടെ വീര. നമുക്കറിയാവുന്ന ഒരു ജന്മം മുഴുവൻ ഭഗവാന് വേണ്ടി കേണ് കേണ് ദർശനം ലഭിക്കാതെ, എന്നിട്ടും തന്റെ സാധന മുടക്കാതെ, ഭഗവാനിനോടുള്ള ആവേശം കുറയ്ക്കാതെ, ഇനി എത്ര ജന്മങ്ങൾ ഉണ്ടായാലും അതീ മുരാരിയുടെ ദർശനത്തോടു കൂടിയേ തീരുള്ളൂ എന്നുറച്ച വിശ്വാസത്തോടു കൂടി ആ ഭഗവാന്റെ കാലിണ പണിഞ്ഞതിന്റെ ഭാഗമായി ഭഗവാൻ അത്രയും ദയാവായ്പ കാണിച്ചു. ഒരു യുഗം കഴിയുമ്പോൾ നിനക്ക് ഞാൻ ദർശനം നൽകണം. മീരയുടെ ജന്മവും ഒട്ടും മോശമായിരുന്നില്ല. അനുഭവിക്കാവുന്നതിന്റെ പരമാവധി അനുഭവിച്ചു മീര. ഏക ആശ്രയം ഗിരിധരനായ കണ്ണന്റെ ഒരു പ്രതിമ മാത്രം. വിവാഹമേ വേണ്ട എന്ന് തീരുമാനിച്ച മീരയെ സ്വന്തം കുലത്തിന്റെ പാരമ്പര്യം രക്ഷിക്കുവാൻ വേണ്ടി വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ഗൂഢോദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത്. അവൾ പോകുന്നതോടുകൂടി അവളുടെ അവകാശങ്ങളും തീരും എന്ന ഗൂഢോദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത്. വരന്റെ വീട്ടിലെത്തിയപ്പോഴോ അവളെ മനസ്സിലാക്കുവാൻ
ഒരേ ഒരാളെ മീരയ്ക്കുണ്ടായിരുന്നുള്ളൂ, അവളുടെ കണ്ണനായിരുന്നു. തനിക്കുണ്ടാകുന്ന ദുഃഖങ്ങളെല്ലാം, തനിക്കുണ്ടാകുന്ന സന്തോഷങ്ങളെല്ലാം, തനിക്കുണ്ടാകുന്ന സന്താപങ്ങളും സന്തോഷങ്ങളും വികാരങ്ങളും വിചാരങ്ങളുമെല്ലാം മീര ആ പ്രതിമയിലേക്ക് ഒഴുകി. നിഷ്കളങ്കമായ ആ പ്രവാഹം അവിടെ മനസ്സിലാക്കിയത് ഒരേ ഒരാളെ ഉണ്ടായിരുന്നു, അവളുടെ ഭർത്താവായിരുന്ന ആ രാജാവ് മാത്രം. മീര എന്താണ് ചെയ്യുന്നത് എന്ന് നേരത്തെ സാധനങ്ങളിലുണ്ടായ അതേ അന്വേഷണാത്മകതയോട് കൂടിയാണ് ഭോജരാജാവും അവളെ സമീപിച്ചത്. മറ്റാർക്കുമില്ലാത്തൊരു പ്രത്യേകത മീരയിൽ കാണുന്നു. സുഖസൗകര്യങ്ങൾക്ക് ഇടയ്ക്ക് കഴിയുന്ന ഒരു സ്ത്രീക്ക് അതൊന്നും വേണ്ട എങ്കിൽ ഒന്നുകിൽ അവൾക്ക് നോർമൽ അല്ല എന്ന് ധരിക്കണം, ഇല്ലെങ്കിൽ ഇതിനെല്ലാം അതീതയാണെന്ന് അവൾ ധരിക്കണം. പൂർവസൂരികൾ സമ്പാദിച്ചു കൊടുത്ത അന്വേഷണത്വരയോടുകൂടി ഭോജരാജാവ് ആ ചിന്തയിലേക്ക് കടന്നു. ഒട്ടും താമസിച്ചില്ല. നിഷ്കളങ്കമായി ആത്മാർത്ഥമായ ആ അന്വേഷണം മീരയിൽ അവസാനിക്കുമ്പോൾ മീര ഭോജരാജാവിന്റെ ഗുരുവായി പരിണമിച്ചു. ബാക്കി എല്ലാവരും നാത്തൂൻ സഹിതമുള്ളവർ പോരെടുത്തപ്പോൾ, ഒരു സമൂഹം മുഴുവൻ പോരടിച്ചപ്പോൾ തൻ്റെ ഗുരുവിന് പ്രാർത്ഥിക്കുവാനായി, ആ കണ്ണനെ യാതൊരു അസ്വസ്ഥതകളുമില്ലാതെ പ്രാർത്ഥിക്കുവാനായി അമ്പലം പണിഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഭോജരാജാവ് പ്രതികരിച്ചത്. ഗുരുവും ഒട്ടും മോശമായിരുന്നില്ല. അവസാന നിമിഷങ്ങളിൽ ഭോജരാജാവിന് കൃഷ്ണദർശനം നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചു മീര. അപ്പോഴും മീരയ്ക്ക് കൃഷ്ണദർശനം ലഭിച്ചിരുന്നില്ല എന്നുള്ളത് നമ്മൾ കാണണം. അങ്ങനെ ഭോജരാജാവിനെ യാത്രയാക്കിയ മീരയ്ക്ക് മനസ്സിലായി, താൻ ഇവിടെ എങ്ങുമല്ല നിൽക്കേണ്ടത്. തന്നെ വിളിക്കുന്നു. അങ്ങനെയുള്ള ആ അന്വേഷണത്തിന്റെ അവസാനം വൃന്ദാവനത്തിലും മധുരയിലുമായി എത്തിച്ചേർന്നപ്പോഴാണ് ആ ഉൾവിളി, അല്ലെങ്കിൽ പരമമായ കൃഷ്ണമുരാരിയുടെ വിളി മീരയെ സമീപിക്കുന്നത്. അതുകൊണ്ടാണ് മീര പറയുന്നത്, ഇനി എന്നെ തടുക്കാൻ, ഇല്ലെങ്കിൽ ഈ വിളി കേട്ട ഒരാളെയും തടുക്കാൻ പ്രാപ്തരായ ആരും തന്നെ ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് അങ്ങനെ മീര യാത്ര തുടരുകയാണ്. തേരോ കോയി നഹി രുഖ് നഹാർ ബുലാവോ ജോ കൃഷ്ണമുരാരേ. കൃഷ്ണമുരാരി വിളിക്കുമ്പോൾ തടയാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഈ ലോകത്തൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മകൻ പോയി മീര ചലേ. ആ ദിവ്യമായ പരതൃപ്തിയിൽ, ആ പരതൃപ്തി നമ്മൾ ദക്ഷിണേശ്വരത്ത് കണ്ടിട്ടുണ്ട്. ദക്ഷിണേശ്വരത്തെ തെരുവ് വീതികളിൽ ശ്രീരാമ പരമകൃഷ്ണർ തീർത്തും നഗ്നനായി ഭഗവാന്റെ കാളിയുടെ അപദാനങ്ങൾ വാഴ്ത്തി നൃത്തം ചെയ്തിട്ടുണ്ട്. അതാണ് ദിവ്യമായ ആ പരതൃപ്തി അല്ലെങ്കിൽ പരിതൃപ്തി എന്ന് പറയുന്നത്. അങ്ങനെ ഈ ലോകം എന്തെന്നറിയാതെ, ഈ ലോകത്തിൽ നടക്കുന്നത് എന്തെന്നറിയാതെ, ഈ ലോകത്തിലോ പരലോകത്തിലോ ഭഗവാന്റെ വിളി വന്നാൽ തടയാൻ ആരുമില്ല എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ആ ദിവ്യമായ തൃപ്തിയിൽ മീര അങ്ങനെ നടന്നു എന്നാണ്. അങ്ങനെ മീരയ്ക്ക് നടക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്നാണ് അടുത്ത വരി നമ്മളോട് പറയുന്നത്. ലാജ് ശരം കുൽക്കി മര്യാദ സിർസെ ദൂർ കരി. ഇത്രയേ മീരാഭായി ചെയ്തുള്ളൂ. തൻ്റെ തലയിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം എടുത്തു കളഞ്ഞു. എന്തൊക്കെയാണ്? എളിമ, ലജ്ജ, കുലമര്യാദ, ഈ മൂന്നെണ്ണമാണ് മീര തൻ്റെ തലയിൽ നിന്ന് ഒഴിവാക്കിയത്. എളിമ നല്ല സ്വഭാവമല്ലേ?
എളിമ നല്ല സ്വഭാവമല്ലേ? എളിമയിൽ നമ്മളുടെ ഒരാൾ സംസാരിക്കുകയാണ്. സായി സാർ നമസ്കാരം, അങ്ങയുടെ പാദം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എളിമയാണ് കാണിക്കുന്നത്. നമ്മൾ എത്ര സാധകനായാലും നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ അഹം ഉണരും, സ്വാഭാവികമാണ്. ഇല്ലെങ്കിൽ നമ്മൾ പരമവസരാവണം. തൽക്കാലം നമ്മളതല്ലാത്തത് കൊണ്ട് നമ്മുടെ പുറമേ നമ്മൾ കാണിച്ചില്ല എങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ആ അഹം ഉണരും. ഇനി പറഞ്ഞാട ഉള്ളിലോ പൂർണ്ണമായും ഇതാണ് ചെയ്യുന്നത് എങ്കിൽ ഒന്നും പറയേണ്ടതില്ലല്ലോ. കാണുമ്പോഴേ അറിയാം, നമസ്കാരം കഴിയുമ്പോൾ തീർത്തും തിരിച്ചറിയാം. ഇനി പ്രവർത്തി, അത് അതിലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എളിമ ബാധിച്ച ഒരാളുടെ പ്രവൃത്തിയും വാക്കും എല്ലാം ഒന്നാകുമെങ്കിൽ എളിമയും ഇല്ലാതാകും. എന്ന് പറഞ്ഞാൽ അഹങ്കാരിയാകുമെന്നല്ല അർത്ഥം. എളിമ ഇല്ലാതായി എന്ന് പറഞ്ഞാൽ എളിമ എന്ന് പറയുന്ന ഒരു വൈരാഗ്യത്തെ കൂടി കളഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. എളിമയോ ഗരിമയോ ഇല്ലാത്തവനായി മാറി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോ മീരാഭായി എളിമ വേണ്ട എന്ന് തീരുമാനിച്ചു. അഥവാ ഈ എളിമ ഉള്ളവളായി ഞാൻ മാറണമെങ്കിൽ അതെന്റെ മുരാരിയുടെ മുമ്പിൽ. നാണം, അല്പം നാണം വേണ്ടേ? അതെങ്ങനെയാണ് മീരാബായി കളയുന്നത്? നാണം മീരാബായി കളഞ്ഞു. നാണക്കേടുള്ളവർക്കാണ് നാണം വരുന്നത്. നാണക്കേടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നാണം വരുന്നത്? അപ്പൊ ചോദിക്കും, ആ കേടെന്താണ്? നാണം ഉണ്ടെങ്കിലല്ലേ കേടുള്ളൂ. നാണവുമില്ല കേടുമില്ലെങ്കിലോ ആ അവസ്ഥ എന്താണ്? അതാണ് ശരിക്കും പരമഹംസക്കുണ്ടായ അവസ്ഥ. നമ്മളിൽ അഹം ഉണ്ടാകുമ്പോഴാണ് നമ്മളിൽ നാണം ഉദിക്കുന്നത്. ഞാൻ സമൂഹത്തെ കാണുന്നു, അതുകൊണ്ട് ഞാൻ സാരി ഉടുക്കണം, സമൂഹത്തിന് ചേരുന്ന ഡ്രസ് ഇടണം. വേണ്ടേ? ഇല്ലെങ്കിൽ നാണക്കേടാണ്. എന്തുകൊണ്ടാണ് നാണക്കേടുണ്ടായത്? എന്തുകൊണ്ടാണ് നാണം ഉണ്ടാകുന്നത്? ഞാൻ ഉണ്ടായത് കൊണ്ട്. ഞാനില്ലെങ്കിലോ? പുറത്തുള്ളവരിൽ ഞാനില്ലെങ്കിലോ? നാണക്കേടിന്റെ വിഷയമില്ല ആചാര്യ രജനീഷ്, വിഷയമില്ലായിരുന്നു. മതിലുകൾ കെട്ടുന്നിടത്താണ് നാണവും നാണക്കേടും ഉദിക്കുന്നത് എന്നാണ് പറഞ്ഞതിന്റെ ചെറിയ അർത്ഥം. അതും മീര കളഞ്ഞു. കാരണം മീരയ്ക്കൊന്നേ ഉണ്ടായിരുന്നുള്ളൂ, മുരാരി മാത്രം. ചിന്തയിൽ, പ്രവർത്തിയിൽ, വികാരത്തിൽ, വിചാരത്തിലെല്ലാം മുരാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സ്വയം സൃഷ്ടിക്കപ്പെട്ടതല്ലാത്തതെല്ലാം മീരാബായി കളഞ്ഞു എന്ന്. കുലത്തിന്റെ മര്യാദ എന്തൊക്കെയാണ്? കുലത്തിന്റെ മര്യാദ, പണ്ടൊരു മര്യാദ ഉണ്ടായിരുന്നു, സതി. സതി അനുഷ്ഠിക്കണം, അതൊരു മര്യാദയാണ്. വീട്ടിൽ മൂത്തവർ വിവാഹം കഴിക്കാൻ പാടില്ല, ഏറ്റവും താഴെയുള്ള ആൾ മാത്രമേ വിവാഹം കഴിക്കാവൂ. അങ്ങനെ എത്രയെത്ര മര്യാദകൾ ഉണ്ടായിരുന്നു ഇവിടെ. എന്തുകൊണ്ട്? പണവും അഭിമാനവും എല്ലാം കേന്ദ്രീകരിക്കേണ്ടത് എങ്ങനെ എന്ന വിശദമായ ബുദ്ധിയുടെ പരിണാമമായിരുന്നു ഈ കുലമര്യാദകളെല്ലാം. അപ്പന്മാരായി നിന്നവർ ഒരുപാടാണ് ഞങ്ങളുടെ ഇടയിൽ. കല്യാണം കഴിക്കാതെ ഒരാൾ മാത്രം കല്യാണം കഴിക്കും, ബാക്കി ജന്മം മുടങ്ങിപ്പോകും. അങ്ങനെ എന്തൊക്കെ മര്യാദകൾ നിലനിൽക്കുന്നു ഓരോ കുലത്തിലും. മീരാബായി പറഞ്ഞു, ആ മര്യാദ ഇല്ല, എനിക്ക് വേണ്ട. ഞാൻ ഇതിൽ നിന്നും ഇതെല്ലാം കളയുകയാണ്. കുലം കളയുന്നു. നമ്മളായി സൃഷ്ടിച്ചെടുത്തത് കുലമാണെങ്കിൽ ആ കുലം നമ്മൾ കളയുന്നു. മാനമാണ്, നാണമാണ് എങ്കിൽ അത് ഞാൻ കളയുന്നു. ലജ്ജയാണെങ്കിൽ അത് ഞാൻ കളയുന്നു. എന്താണോ ഇവിടെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടത്, ഭഗവാൻ അല്ലാതായി വന്നത് എന്താണോ അതെല്ലാം ഞാൻ മാറ്റിവെക്കുകയാണ്. അതെല്ലാം മീരാഭായി തൻ്റെ ശിരസിൽ നിന്ന് കളഞ്ഞു എന്ന് മാത്രമല്ല, മാൻ
അപമാൻ ദോവു ദരീപ്പടുക്കെ. ഇതെല്ലാം കളഞ്ഞാൽ വരുന്നതാണ് മാനവും അപമാനവും. എന്നാൽ പിന്നെ അതും വേണ്ട എന്ന് വിചാരിച്ചു. അതും വേണ്ട എന്ന് മീരാഭായി തീരുമാനിച്ചു. മാനാപമാനങ്ങളെ അപ്പാടെ ഉപേക്ഷിച്ചു. നാണവും നാണക്കേടെന്ന് മാത്രമല്ല, എന്തൊക്കെയാണോ ഇവിടെ വന്നതിന് ശേഷം തന്നിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടത് അതിനെ എല്ലാം മീരാഭായി തകർത്തെറിഞ്ഞു. അങ്ങനെ തകർത്തെറിഞ്ഞപ്പോഴോ മീരാഭായി പോയത് നികസി ജ്ഞാൻ ഗലേ. അവിടെ ആ ഇടവഴി തെളിഞ്ഞു. ഏതിടവഴി? ബോധത്തിന്റെ, പരമമായ ബോധത്തിന്റെ, ആത്മജ്ഞാനത്തിന്റെ വഴി മീരാഭായിയുടെ മുൻപിൽ തുറക്കപ്പെട്ടു. ആ വഴിയിലൂടെ സഞ്ചരിച്ച ആളാണ് നാറാണത്ത് ഭദ്രൻ. നമ്മളെല്ലാം ഇതിനെന്തോ കുഴപ്പമുണ്ടായതുകൊണ്ട് നാറാണത്തിനെ നാറാണത്ത് ഭ്രാന്തൻ എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. ആ നാരായണത്ത് ഭദ്രനാണ് ഉറക്കാത്ത ഏതൊക്കെ ആചാരാനുഷ്ഠാനങ്ങളുണ്ടോ അതൊക്കെ പൂർണ്ണമായി പാലിക്കപ്പെട്ടിട്ടും ഉറക്കാതെ പോയ ശിവലിംഗം സാക്ഷാൽ ശിവനെ ഉറപ്പിച്ചത് ആ നാരായണത്ത് ഭദ്രനാണ്. ഏറെ പണിപ്പെടേണ്ടി വന്നില്ല. കുളിച്ചിട്ടില്ല, നനച്ചിട്ടില്ല, മുടി വെട്ടിയിട്ടില്ല, ചെരിപ്പിട്ടിട്ടില്ല, ഉള്ളതായി ഒന്നുമില്ല. ആകെ ഉണ്ടായിരുന്നത് ഒരു ഭാണ്ഡക്കെട്ട് മാത്രം. എന്തു ഭാണ്ഡക്കെട്ട്? പ്രാരാബ്ധത്തിന്റെ ഭാണ്ഡക്കെട്ട്. ഇതുവരെ താൻ അനുഷ്ഠിച്ച ജന്മങ്ങളുടെ പ്രാരാബ്ധങ്ങളുടെ ഭാണ്ഡക്കെട്ട് മാത്രമേ നാരായണത്ത് ഭദ്രന്റെ തോളിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കടന്നു വരുന്ന നാരായണത്ത് ഭദ്രനാണ് ഒരു സമൂഹത്തെ നോക്കി കാർക്കിച്ചു തുപ്പുന്നത് പീഠത്തിലേക്ക്. സാക്ഷാൽ ശിവനിരിക്കേണ്ട, മഹാദേവനിരിക്കേണ്ട പീഠത്തിലേക്ക്. മാത്രമല്ല, നമ്മൾ പറയുന്നത് കൈകൂപ്പി നമശിവായ നമശിവായ ഒന്നും ജപിച്ചില്ല, ഇരിക്കടാ ശിവനെ എന്നാണ് നാരായണത്ത് ഭദ്രൻ പറഞ്ഞത്. നമ്മൾ ഒരുപക്ഷെ പറയും ഉരുട്ടൻ കുപ്പി വൃത്തിയേട് കാണിച്ചിട്ട് പോയി. താൻ ഈ ജന്മജന്മാന്തരങ്ങളായി തന്റെ തോൾ തൂക്കുന്ന ഈ കർമ്മ പ്രാരാബ്ധത്തിന്റെ ഫാണ്ഡത്തോടൊപ്പം അദ്ദേഹം ചെയ്ത തപസ്, ജന്മജന്മാന്തരങ്ങളായി അദ്ദേഹം ആർജിച്ച തപസ് തന്റെ ഉള്ളിൽ നിന്ന് തന്റെ ജീവനിൽ കലർത്തി. ആ രക്തമാണ്, ആ ജീവരക്തമാണ് ഭഗവാൻ ഇരിക്കാനായി കൊടുക്കുന്നത്. നമ്മൾ പൂജയിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവനാണ് ആവാഹിച്ച് അങ്ങോട്ട് ഇരുത്തുന്നത് ഭഗവാനെ. അതേ പ്രോസസ്സ് തന്നെയാണ് നാരായണത്ത് ഭദ്രനും ചെയ്തത്. ആ ജന്മജന്മാന്തരങ്ങളായ തപസ്സിന്റെ ആ ബീജരക്തത്തിലേക്ക് ഭഗവാൻ ഇരിക്കാതിരിക്കാൻ മാർഗമില്ല. കാരണം എന്താണോ താൻ അതുതന്നെയാണ് ആ കിടക്കുന്നതെന്ന് തിരിച്ചറിയാൻ ഭഗവാന് പ്രത്യേകിച്ച് എങ്ങും പോകേണ്ട കാര്യമില്ല. അദ്ദേഹം ഇരുന്നു. ഇങ്ങനെയാണ് ആ വഴിയുടെ പ്രത്യേകത. അവബോധത്തിന്റെ, ആത്മബോധത്തിന്റെ ഈ ലോകത്ത്, ഇവിടെ മാത്രമല്ല, എവിടെയൊക്കെ ബ്രഹ്മാണ്ടങ്ങളുണ്ടോ ആ ബ്രഹ്മാണ്ടങ്ങളിലെല്ലാം ഒരു ഐൻസ്റ്റീൻ ഒരിടത്ത് നിന്ന് ഈ സമയം MC² എന്ന് പറയുന്നതിന് പകരം 1000 ഐൻസ്റ്റീന്മാർക്ക് പറയാവുന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ടാണ് ഭഗവാൻ ഇവിടെ നിലനിൽക്കുന്നത്. ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ഓരോ ദിവസവും സയൻസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യനെ കണ്ടുപിടിച്ചു. പ്ലൂട്ടോ ഇല്ലാതായി, ഇല്ലാതാകും. ഉണ്ടായതാണെങ്കിൽ ഇല്ലാതാകും, യാതൊരു സംശയവും വേണ്ട. ഇല്ലാതാകുന്നത് വീണ്ടും പരിണമിച്ചുണ്ടാകും. ഇത് ശാസ്ത്ര നിയമം മാത്രമല്ല, നിയത നിയോഗം കൂടിയാണ്. അവതാരങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനിക്കാതെ പോയത് ഈ ലോകത്തെ നേരെ നടത്തണം എന്ന് പറഞ്ഞു പോയ ഒരാഞ്ജനേയനോ അതേപോലെ വിരലെണ്ണാവുന്ന അവതാരങ്ങൾ മാത്രമേ ഉള്ളൂ. അത്രമാത്രം പരമപവിത്രമാണ് മീര ഇപ്പോൾ കടന്നുപോയ വഴി. എന്നാൽ നാളെ മുതൽ നമ്മൾ മാനവും കളഞ്ഞു,
നാണവും കളഞ്ഞു പോകണം എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ അകത്തെ ഉണർത്തുന്നത് എന്തുണ്ടോ അത് നമ്മൾ കളയണം. അത് നമ്മൾ കളയണം, നിർബന്ധമായും കളയണം. അതിനാണ് നമ്മൾ ഗുരുവിന്റെ പാദം, അതിലേക്ക് സാഷ്ടാംഗം പ്രണമിക്കുന്നത്. ഈ പ്രാരാബ്ധങ്ങളെല്ലാം ഗുരു ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഗുരു ആ പ്രാരാബ്ധങ്ങളെല്ലാം ഏറ്റെടുക്കുമ്പോൾ അല്പം നന്ദി നമുക്കും വേണ്ടേ? ഗുരു പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടേ? നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളുടെ ആവശ്യങ്ങൾ, ഈ ഭൗതിക ലോകത്ത് നമ്മൾ ആർജിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് ബസ് വേണം, നമുക്ക് കാറ് വേണം, നമുക്ക് മറ്റേത് വേണം, ഇത് വേണം, ഇതിനെന്ത് വഴി? ഇതല്ലേ നമ്മൾ ഗുരുവിനോട് ചോദിക്കുന്നത്. ഫലമോ? ഈ അവതാരത്തിൽ ഗുരുവിനോട് അവശേഷിക്കുന്ന അനർഘമായ നിമിഷങ്ങൾ, വിലമതിക്കാനാവാത്ത നിമിഷങ്ങൾ നമ്മളായി കവർന്നെടുക്കുന്നു. പലർക്കും ബോധോദയം ഉണ്ടാക്കേണ്ട ആ നിമിഷങ്ങളെ കവർന്നെടുക്കുന്ന കർമ്മപ്രാരാബ്ധം കൂടി നമ്മൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഓർത്തിരിക്കണം, നമ്മളെ ഗുരു ആദ്യമേ പഠിപ്പിച്ചിട്ടുണ്ട്. നീ പോയി ഭഗവാന്റെ മുമ്പിൽ മാരുതി ഏറ്റെടുത്ത് ആവശ്യപ്പെടരുത്. കാരണം നിനക്ക് ബെൻസ് തരാൻ തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ പോയി മാരുതി ഏറ്റെടുത്ത് ആവശ്യപ്പെട്ട് നീ തരംതാണ് പോകരുത്, മറിച്ച് അതിലേക്കുള്ള വിശ്വാസം നീ ഉയർത്തൂ. ഇതാണ് ഗുരു നമ്മളോട് പറഞ്ഞത്. ഗുരുവിനോടും നമ്മൾക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. ഗുരുവിന്റെ വചനമുണ്ടല്ലോ, ഗുരു നടക്കുന്നത് എങ്ങനെയാണോ അതേപോലെ നമ്മളും നടക്കണം. ഗുരു എങ്ങനെയാണോ പോകുന്നത് അതേപോലെ നമ്മളും പോകണം എന്ന് പറയുമ്പോൾ ആ വഴി എന്തായിരുന്നോ ആ വഴിയിലൂടെ പൂർണ്ണമായി സമർപ്പണം ചെയ്ത് നമ്മൾ നടക്കാൻ തയ്യാറാകണം. ഇങ്ങനൊന്നും അല്ലാത്തത് കൊണ്ടാണ് മധ്യരാജാവ് മല്ലിക്ക് ഇന്ന് ഭാരതത്തിൽ കയറാൻ പറ്റാത്തത്. തത്വമസിയുടെ ശ്രീകോവിൽ മുഴുവൻ ഗോൾഡ് പ്ലേറ്റ് അടിച്ചു കൊടുത്തില്ലേ? ചില്ലറ കാശാണോ? ആ പുള്ളിക്ക് ഇപ്പൊ കയറാൻ പറ്റില്ല. ഭാരതത്തിലേക്ക് തൊട്ടാൽ അന്ന് അകത്താണ്. അവിടെ ഇരുന്നിട്ടും ഞാൻ പാപ്പരാണെന്ന് പ്രഖ്യാപിച്ചു, ബാക്കിയെല്ലാം എഴുതി കൊടുത്തു. എവിടെയാണ് യഥാർത്ഥ ഭക്തി നിലനിൽക്കുന്നത്? അപ്പൊ നമ്മളിൽ ഉണരേണ്ടത് എന്താണോ അതാണ് നമ്മളിൽ ഉണരേണ്ടത്. അത് ഉണരണമെന്നാണ് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്. നാണം എന്തോ ആയിക്കോട്ടെ, അതെല്ലാം നമ്മളിൽ അഹമുണർത്തുന്നു എങ്കിൽ അതെല്ലാം നമ്മൾ പരിത്യജിക്കണം. ഗുരു ഒന്നുകൂടെ നമ്മളെ സമാധാനിപ്പിക്കും. സാക്ഷിഭാവത്തോടു കൂടി നിന്നാ മതി എന്ന് നമ്മൾ എടുത്തു പറയും. ഇപ്പൊ പരിത്യജിക്കുകയൊന്നും വേണ്ട, കുഴപ്പമുണ്ടാക്കണ്ട. അതുകൊണ്ട് സാക്ഷിഭാവത്തോടു കൂടി നിൽക്കണം എന്ന് പറഞ്ഞാലോ, നമ്മളെ മക്കളിൽ കാണുന്ന അതേ വികാരം നമ്മൾ അടുത്തുള്ള ഏറ്റവും പാവപ്പെട്ടവരെല്ലാം കാണണം. ആ സ്നേഹം അവനും പകർന്നു കൊടുക്കണം. നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി മറ്റൊരുവന് ദുഃഖമുണ്ടാക്കരുത്. നാരായണ ഗുരു പറഞ്ഞു. എല്ലാ ഗുരുക്കന്മാരും ഇത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് മീര ഇപ്പോ ആ വഴിയിലൂടെയാണ് നടക്കുന്നത്. ആത്മബോധത്തിന്റെ ആ വലിയ വഴിയിലൂടെ മീര നടക്കുകയാണ്. ഇനി മീരയ്ക്ക് ഭഗവാനെ സ്വീകരിച്ചിരുത്തണം. സാധാരണ വിവാഹത്തിൻ്റെ അന്ന് നമ്മൾ മണിയറയൊരുക്കി 1.5 ലക്ഷം രൂപയെങ്കിലും കളയും. കുതിരയെ വാടകയ്ക്ക് എടുക്കണം. പെണ്ണിന് കയറാൻ പറ്റത്തില്ലെങ്കിലും പെണ്ണിനെ കുതിരപ്പുറത്ത് കയറ്റണം, ചെറുക്കനെ കൂടെ കയറ്റണം. അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നവർക്കെല്ലാം തീറ്റയ്ക്ക് അവരവരിഷ്ടപ്പെടുന്ന എടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. തരുന്നവരുടെ ലിസ്റ്റ് എഴുതണം. എന്തൊക്കെ പ്രയാസങ്ങളാണ്. ഈ പ്രയാസങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി മീര എന്താ ചെയ്തത് എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കണം. അതാണ് അടുത്ത വരിയിലേക്ക് വരുമ്പോ മീര നമ്മളോട് പറയുന്നത്. ഊഞ്ചി അടരിയ താൽക്കിപടിയ, ഞാന് ഈ മട്ടുപ്പാവിൽ, അതിമനോഹരമായ ഈ മട്ടുപ്പാവിൽ നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടത്, വൃന്ദാവനം പോയിട്ടുള്ളവർക്കറിയാം, വടക്കൻ ഏരിയയിലോട്ട് പോയിട്ടുള്ളവർക്കറിയാം, അവിടെയെല്ലാം കോട്ടി എന്ന ഓമന പേരിൽ 1, 2, 3 നിലകളുള്ള ചുറ്റുപാടും നടുക്ക് നിന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ നടുക്ക് മാത്രം സ്ഥലമുള്ള ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന വലിയ വലിയ എന്താ പറയുക, ഇപ്പോഴത്തെ പേര് പറഞ്ഞാൽ ഫ്ലാറ്റുകൾ പോലെ, ഫ്ലാറ്റുമായിട്ടൊരു ബന്ധമില്ല, അങ്ങനെയുള്ള മട്ടുപ്പാവുകൾ ഉണ്ടാകും.
അന്ന് പെണ്ണുങ്ങള് സ്ത്രീകള് നേരെ ഇറങ്ങി വന്ന് കാണാൻ പറ്റാത്തത് കൊണ്ട് രാജാവ് വന്നാലും അതേപോലെ ആര് വന്നാലും അവർ ഈ ദുപ്പട്ടൊക്കെ ഇട്ട് മുകളിൽ നിന്നിട്ടാണ് നോക്കുന്നത്, ആരാണ് വന്നതെന്നൊക്കെ കിളിവാതിലുകളിലൂടെയാണ് നോക്കാറുള്ളത്. ഞാനും അങ്ങനെ സുന്ദരമായ വാതിലുകളുള്ള ജനലുള്ള ഒരു വലിയ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് നിർഗുണ സേജ് ബിച്ചേ, അവിടെ ഞാൻ ഒരു പുതപ്പ് വിരിക്കും. എവിടെ? ഞാൻ സ്ഥാപിക്കുന്ന ഈ മണിയറയിൽ, അവിടുത്തെ കട്ടിലിൽ ഞാൻ ഒരു പുതപ്പ് വിരിക്കും. എന്താണ് ആ പുതപ്പ്? കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന പുതപ്പല്ല, മറിച്ച് അതിലും വിലമതിക്കുന്ന നിർഗുണാത്മകമായ വിരിയാണ് അവിടെ വിരിക്കുന്നത്. ഒരു ഗുണവുമില്ലാത്ത വിരിയെന്നല്ല, ഗുണങ്ങൾക്കതീതമായി എന്താണോ നിലനിൽക്കുന്നത് അതിനെ തന്നിലേക്ക് ആവാഹിച്ച് ആ വിരിയാണ് ഇവിടെ ഭഗവാന് വേണ്ടി ഒരുക്കുന്നത്. അതാണ് നമ്മൾ ഭഗവാനോട് നിർഗുണനാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. അത് മാത്രമല്ല, ആ കിടക്ക വിരിക്കുന്നതോടൊപ്പം തന്നെ പാഞ്ചിരങ്കി ചാലർ സുബുഹോഗേ, പഞ്ചവർണ്ണങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ ഈ മെത്ത അലങ്കരിക്കുക കൂടെ ചെയ്യും, ഈ കട്ടിൽ അലങ്കരിക്കുക കൂടെ ചെയ്യും. എന്താണ് പഞ്ചവർണ്ണങ്ങൾ? പഞ്ചവർണ്ണങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ. ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളാണ്. ഞാൻ ആ അഞ്ചെണ്ണത്തിനെയും ഞാൻ ചെവി കൊണ്ട് കേൾക്കില്ല, മൂക്കുകൊണ്ട് ഗന്ധമറിയില്ല, നാക്കുകൊണ്ട് രുചിയറിയില്ല, കാഴ്ചയുടെ സൗന്ദര്യം കണ്ണുകൾ കൊണ്ടറിയില്ല, അങ്ങനെ ഒന്നും ഞാൻ അറിയില്ല. ഇതെല്ലാം ഞാൻ ഇതാ സമർപ്പിച്ചു ഭഗവാന്. നദി അങ്ങനെ എല്ലാം സമർപ്പിച്ച് ഭഗവാനിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരു കാര്യം നമ്മളിൽ തുറക്കും. അതിനാണ് ഗുരുജി ആത്മഭാഷണം എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഈ സാധനം എവിടെയാണെന്ന് ഓരോരുത്തരെയും കാണിപ്പിക്കാനുള്ള ബദ്ധപ്പാടാണ് ഗുരുജി ആത്മഭാഷണവും ഗുരുവചനവും. അതേപോലെ എന്താ പറയാ, തോരാത്ത പ്രണയമഴയായാലും അഹങ്കരിക്കുവായാലും അങ്ങനെയുള്ളതെല്ലാം എഴുതി കൂട്ടുകയാണ് നമ്മുടെ ഗുരു. പ്രണയമഴ പെയ്യണ്ടേ? അഹം കരിക്കണ്ടേ? എന്നാ ഇതൊക്കെ നമ്മൾ ചെയ്യുക. ഗുരു എപ്പോഴും പറയും 5000 കഴിഞ്ഞതുകൊണ്ട് പ്രണയമഴ നിർത്തുകയാണ്. ദാസനറിയാൻ നിർത്തൂല. ഈ പ്രണയമഴ ഈ ലോകത്ത് മുഴുവൻ വർഷിക്കുന്നിടം വരെ, നമ്മുടെ എല്ലാം ഹൃദയത്തിലേക്ക് ഈ പ്രണയമഴ പെയ്തിറങ്ങുന്നിടം വരെ ഗുരു എഴുത്ത് നിർത്തില്ല. ഓളിയൊപ്പം ഇറങ്ങും, അടുത്ത ഓളി അടുത്ത 3 വർഷം കഴിയുമ്പോൾ ഇറങ്ങും. ഇത് തന്നെ സംഭവിക്കുന്നത്. പക്ഷേ വിവേകാനന്ദ സ്വാമികൾ വന്നപ്പോഴും രാമകൃഷ്ണ പരമഹംസർ വന്നപ്പോഴും ഈ സമുദായം, ഈ സമൂഹം നന്നായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. പക്ഷേ നന്നാകേണ്ടവർ നന്നായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിശ്വോത്തരമായ ആത്മഭാഷണവും ഇതേപോലെ തോരാത്ത പ്രണയമഴയും ഒക്കെ ഇവിടെ പെയ്തിറങ്ങുന്നതിന്റെ രഹസ്യം. ആ പ്രണയമഴയിലെ ഒരു തുള്ളിയാകാൻ നമ്മുടെ ഈ ജന്മത്തിൽ നമുക്കൊന്ന് ശ്രമിക്കാം എന്നാണ് ദാസന്റെ എളിയ അഭിപ്രായം. അപ്പൊ അങ്ങനെ ഈ മീരാഭായ് അവിടെ തന്റെ പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവൻ അടക്കി അതെന്താണോ തനിക്ക് സമ്മാനിച്ചത് അതെല്ലാം ഉപേക്ഷിക്കുകയാണ് ഭഗവാന് വേണ്ടി. അതുമാത്രമല്ല, പൂക്കുന്ന പൂക്കളെയാണ് അതിൻ്റെ അലങ്കാരമായി ദേവി മീര അവിടെ സമർപ്പിക്കുന്നത്. എന്താണ് പൂക്കുന്ന പൂക്കൾക്കുള്ള പ്രത്യേകത? ജീവിതം ധന്യമാകുന്നതാണ് പൂക്കുന്നത്. ജീവിതം ധന്യമാകുമ്പോഴാണ് പൂക്കുന്നത്. അങ്ങനെ ധന്യമായ തൻ്റെ ഉള്ളിൽ ധന്യമായി നിന്നതെല്ലാം ഭഗവാന് വേണ്ടി മീര സമർപ്പിക്കുകയാണ്, മീരാബായി സമർപ്പിക്കുകയാണ്. ഇനി തന്റെ മണവാളനോട് വരാനാണ് മീര പറയുന്നത്. സേജ് സുഖുമന മീര സോഹേ, ഇവിടെ ഞാൻ ആ സുഗതമൊരുക്കിയിരിക്കുന്നു എന്നാണ്.
അതായത് എന്നെ കൊണ്ട്, എന്നിലെ എന്നെ ഒഴിവാക്കി എനിക്ക് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ഞാൻ ചെയ്തതാ അങ്ങേക്ക് വേണ്ടി തരുകയാണ്. ശുഭേ ആജ് കഠി. ഇത്രയൊക്കെ ഞാൻ ചെയ്തപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? ഈ സമയം, ഈ മുഹൂർത്തം, ഇതേപോലെ ദിവ്യമായ ഒരു മുഹൂർത്തം ഇനി ഉണ്ടാകില്ല. ആ പരമമായ മുഹൂർത്തമാണ് ഇപ്പോൾ ഇവിടെ ആസന്നമായിരിക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അപ്പൊ കൂടെ ഒരാളുണ്ട്. ആരാണ്? മീരാബായിയുടെ കൂടെ ഒരാളുണ്ട്. മീരാബായിയുടെ ഭർത്താവ് മരിച്ചുപോയി. ഇപ്പോ രാജ്യം ഭരിക്കുന്ന റാണ കൂടെ ഉണ്ട്. എങ്ങനെയൊക്കെ ശല്യം ചെയ്യാമോ അങ്ങനെയൊക്കെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ. അടുത്ത അദ്ദേഹത്തോടാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? തും ജാവോ. എങ്ങോട്ട് പോണം? ഘർ ജാവോ, വീട്ടിലോട്ട് പോ. നിങ്ങൾ വീട്ടിൽ പൊക്കോ. കാരണം റാണ സ്വന്തം വീട്ടിലേക്ക് പോകാനാണ് പറയുന്നത്. തും ജാവോ ഘർ, റാണ അപ്നെ. സ്വന്തമായി നിങ്ങൾ ഉണ്ട് എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ പൊക്കോളൂ. എന്താണ് ഞാനിത് പറയുന്നതിന്റെ കാരണം? മേരി ധാരി നഹി സരി. എന്റെ ഈ ഗ്രഹം, ഞാൻ ഒരുക്കിയ ഈ ഗ്രഹം നിങ്ങൾക്ക് ചേരില്ല. നിങ്ങൾക്ക് ചേരില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം, ഇനി എന്തൊക്കെ എന്നെ ശല്യം ചെയ്താലും നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി എന്നാണ് അർത്ഥം. അത്രമാത്രം ദൃഢമായി നമ്മളൊരു തീരുമാനമെടുക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സാക്ഷാൽ മുരാരി തിളങ്ങണം. ഇല്ലെങ്കിൽ ഒഴുക്കിനൊപ്പം ഒഴുകി അഗാധ ഗർത്തത്തിൽ തന്നെ പതിക്കും. ഒരു സംശയവും വേണ്ട. എവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ അവിടെ പ്രശ്നങ്ങളുമുണ്ട്. ഇല്ലെങ്കിൽ നേരെ ചൊവ്വേ പോകുന്നവർ, താൻ ഉറച്ച നിലപാടെടുത്തുകൊണ്ട്, തൻ്റെ ഹൃദയത്തിന് ബോധ്യമാകുന്ന നിലപാടെടുത്തുകൊണ്ട് ഈ ഭൗതിക ലോകത്തിൽ നിൽക്കുന്നവർക്ക് ചുറ്റും പ്രശ്നമുണ്ടെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നിയാലും അവർക്കൊരു പ്രശ്നവും കാണില്ല. അതുതന്നെയാണ് മീര റാണായോടും പറയുന്നത്. നിങ്ങളും ഞാനുമായി ഒരിക്കലും യോജിച്ചു പോകില്ല. കാരണം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അഹങ്കാരത്തിന്റെയും അഹംഭാവത്തിന്റെയും അതേപോലെയുള്ള ഇല്ലാത്തതെല്ലാം കൊണ്ടാണ് നിങ്ങൾ ഈ മഞ്ചൽ ഉണ്ടാക്കി ഈ രാജ്യം ഭരിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല. എന്റേതെന്ന് എനിക്ക് തോന്നിയതെല്ലാം, എന്നുള്ളിൽ എന്നെ ഉണർത്തിയ, എന്നിലെ അഹത്തെ ഉണർത്തിയതെല്ലാം ഞാൻ കളഞ്ഞു. കാരണം എന്റെ പതി കൃഷ്ണമുരാരി എന്നെ വിളിക്കുന്നു. അവിടെ നിങ്ങൾക്കെത്താനേ കഴിയില്ല. അതുകൊണ്ട് സമയം കളയണ്ട. വീണ്ടും ആ ഭവസാഗരത്തിൽ പോയി അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചോളാനാണ് റാണയോട് മീരാഭായി പറയുന്നത്. മേരെ ധാരി നഹിസരി സുമിരൻ ധാൽ ഹാത്ത് മേലിനെ. ഞാൻ എൻ്റെ കയ്യിൽ ആ താലമെടുത്ത് സ്വീകരിക്കും. അഷ്ടമംഗല്യം കൊണ്ട് സ്വീകരിക്കുന്നത് പോലെ. അതിലെന്താണ് നിറച്ചിരിക്കുന്നത്? കുങ്കുമമാണ് നിറച്ചിരിക്കുന്നത്. എൻ്റെ പതി കൃഷ്ണമുരാര് ഇപ്പയത്തും. അദ്ദേഹം എനിക്ക് മാംഗല്യത്തിന്റെ സുമംഗലിയാകാനുള്ള ഈ കുങ്കുമം എന്നിൽ ചാർത്തും. അതൊരു വേർപിരിയലിന്റെ മേര സുമിരൻ ഥാൽ ഹാത്മേ ലീനെ ശോഭ അധികരി. നമ്മൾ പറയത്തില്ലേ, മുഖം അകത്തിന്റെ കണ്ണാടിയാണ്. ഉള്ളിൽ തുടിക്കുന്നത് എന്താണോ അത് പുറത്തു കാണും. തനിക്കായിട്ടുള്ളതെല്ലാം, തൻ്റെ അഹംഭാവം, തൻ്റെ അഹങ്കാരമെല്ലാം ഉപേക്ഷിച്ച് സാക്ഷാൽ ഭഗവാനോട് തുല്യയായി മാറിയ മീര ഭഗവാനോളം തിളങ്ങി എന്നാണ്. ഭഗവാനോളം തിളങ്ങി മീര. അത്രമാത്രം തിളക്കം അപ്പോൾ ആ മുഖത്തുണ്ടായിരുന്നു എന്നും, സാത്വികത്വത്തിനും ഒക്കെ അതീതമായ ആ ദിവ്യമായ പ്രഭാവം അപ്പോൾ മീരാഭായിയുടെ
മുഖത്ത് തുടിച്ചിരുന്നു. മീരാ കെ പ്രഭു ഗിരിധർ നാഗർ. അങ്ങനെ വളരെ ലളിതമായി തന്റെ ഒരു വിരലുകൊണ്ട് ഇന്ദ്രന്റെ അഹങ്കാരത്തെ ഒതുക്കി തച്ച് താറുമാറാക്കിയ തന്റെ ഗിരിധരൻ, ആ ഗിരിധരൻ എത്തുകയാണ്. ആ ഗിരിധരൻ തന്റെ മാംഗല്യം ഇപ്പോൾ ഇവിടെ ചാർത്തും. അതുകൊണ്ട് ആ വിളി കേൾക്കുവാൻ, ആ വിളി കേട്ടതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ഞാൻ വേർപിരിയലിന്റെ കുങ്കുമമാണ് ചാർത്തുന്നത് എന്നാണ്. എവിടെ നിന്നാണ് വേർപിരിയൽ? തന്നെ അലസോരപ്പെടുത്തിയതിൽ നിന്നെല്ലാം മീരാഭായി വേർപിരിയുകയാണ്. തന്നെ അലസോരപ്പെടുത്തിയതിൽ നിന്നെല്ലാം എങ്ങനെയാണോ സുദാമ ദ്വാരകയ്ക്ക് മുമ്പിലെത്തുന്നത് വരെ ഉണ്ടായിരുന്ന സുദാമായും ദ്വാരകയ്ക്കകത്ത് സാക്ഷാൽ ഭഗവാനോടൊപ്പം സതീർത്ഥ്യനായി നിന്ന നിമിഷങ്ങളിൽ ഉണ്ടായിരുന്ന സുദാമ എങ്ങനെയാണോ, തിരിച്ചിറങ്ങിയ സുദാമ എങ്ങനെയാണോ, അങ്ങനെ തന്നെ എന്തൊക്കെയാണോ ഈ ജീവിതത്തിൽ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത് അതെല്ലാം ഉപേക്ഷിച്ച് ആ പ്രണയത്തിന്റെ വാതിലുകളിലൂടെ ഞാൻ പോവുകയാണ്. ഈ ലോകത്തിന്റെ നശ്വരമായ ഈ ലോകത്തിനെ എനിക്ക് വേണ്ട എന്ന് മീരാഭായി ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്, നമുക്കറിയാം പ്രണയത്തിന്റെ ശ്രീകോവിലിൽ ദീപാരാധന സമയത്ത് അകത്തേക്ക് കയറിപ്പോയ മീരാഭായി പിന്നെ തിരിച്ചിറങ്ങി വന്നില്ല എന്നുള്ളത് ശാസ്ത്ര സത്യം, ഒരു കഥയല്ല. ഈ ശരീരവും എല്ലാം നിർമ്മിക്കപ്പെട്ട ആ എനർജിയും താൻ ആരാധിച്ചിരുന്ന കൃഷ്ണമുരാരിയുടെ വിഗ്രഹത്തിൽ ഉണ്ടായിരുന്ന എനർജിയും തമ്മിൽ തുല്യത നേടിയ ഏതോ ഒരു അനർഘ നിമിഷത്തിൽ മീരയിലെ ശരീരം പോലും ആ പരമമായ ഊർജത്തിൽ ലയിച്ചടങ്ങി എന്നാണ്. അങ്ങനെ ഒരു മീരയാകാൻ നമുക്ക് പറ്റിയില്ല എങ്കിലും ഇങ്ങനെ ഒരു രാധയാകണം. എങ്ങനെ ഒരു രാധയാകണം? താൻ കണ്ണന് ചാർത്താൻ ഹാരവുമായി എത്തുകയാണ് രാധ. രാധ നോക്കുമ്പോൾ കണ്ണന്റെ കഴുത്തിലും ഹാരമുണ്ട്, രാധയുടെ കഴുത്തിലും ഹാരമുണ്ട്. രാധ പറഞ്ഞു, വിഷമിച്ചല്ലോ, ഇനി ഞാൻ എവിടെയാണ് ഈ ഹാരം ചാർത്തുന്നത്? അപ്പൊ ഭഗവാൻ ചോദിച്ചു, നീ കേട്ടിട്ടില്ലേ മഞ്ജുളയെ കുറിച്ച്? മഞ്ജുള ആൽത്തറയിൽ കൊണ്ടുവച്ചിട്ടല്ലേ പോയുള്ളൂ, ഞാൻ എടുത്തണിഞ്ഞില്ലേ? നീ എപ്പോഴാണോ എന്നെ കുറിച്ച് ചിന്തിച്ചത്, എനിക്ക് ഈ മാല ചാർത്തണം എന്ന് നീ എന്നപ്പോഴാണോ ചിന്തിച്ചത്, വെറുതെ ചിന്തയല്ല, പൂർണ്ണ സമർപ്പണത്തോടുകൂടി, തൻ്റെ കണ്ണനല്ലാതെ മറ്റൊരാൾ ഈ ലോകത്തിലില്ല എന്ന പൂർണ്ണ സമർപ്പണത്തോടുകൂടി, താൻ നേദിക്കുന്നത് എന്തും കണ്ണന്, താൻ തിരസ്കരിക്കുന്നത് എന്തും കണ്ണന് എന്ന അഭൗമമായ സ്വഭാവത്തോടുകൂടി, പൂർണ്ണ സമർപ്പണത്തോടുകൂടി രാധ തീരുമാനിച്ചു ഒരു മാല ഭഗവാന് ചാർത്തണം. അതേ നിമിഷം ആ മാല ഭഗവാന്റെ കഴുത്തിൽ ഹാരമായി എത്തി. ഭൗതികമായ മാലയുമായി എത്തിയ രാധ പോലും അന്താളിച്ചു പോയി. അപ്പൊ ഒരു ചോദ്യം കൂടെ, അപ്പൊ നിന്റെ കയ്യിലിരിക്കുന്ന മാലയോ? സൂക്ഷിച്ചു നോക്കിയേ. കണ്ണന്റെ കഴുത്തിലെ മാലയും രാധയുടെ കഴുത്തിലെ മാലയും, ഹാരവുമായി നിൽക്കുന്ന രാധയുടെ കഴുത്തിലെ മാലയും എല്ലാം ഒന്നു തന്നെ, ഒന്നു തന്നെ. എപ്പോ നീ തീരുമാനിച്ചോ അപ്പോൾ ഞാൻ അണിഞ്ഞു കഴിഞ്ഞു എന്ന്. കാലമില്ല, ഭേദമില്ല, യാതൊരു വ്യത്യാസവുമില്ല. നാം ആത്മാർത്ഥമായി ഭഗവാനോട് ഏറ്റവും കുറഞ്ഞത് നമ്മുടെ സാധനയെങ്കിലും കൃത്യമായി ചെയ്തു പോയാൽ, വഴിപാടല്ലാതെ ചെയ്തു പോയാൽ, നാം ഇവിടെ ഇരുന്ന് പറയുന്നത് ഗുരു അവിടെ ഇരുന്ന് കേട്ടോളും. വെറുതെ ഫോൺ ചെയ്ത് സമയം കളയണ്ട. നാം എന്തു ചിന്തിക്കുന്നോ അത് ചിന്തിച്ച് ഗുരു നമുക്ക് ഉത്തരം നൽകും. നമ്മുടെ വീട്ടിലെ നമ്മുടെ മൂർത്തിയുടെ മുമ്പിൽ, ഗുരുപാദുകങ്ങൾക്ക് മുമ്പിൽ വിളക്ക് കൊളുത്തി വെച്ച് നാം പറയുന്നതെന്തും മന്ത്രങ്ങളായി മാറും. നമ്മുടെ വിചാരങ്ങളെല്ലാം അതിൻ്റെ മുമ്പിൽ മന്ത്രങ്ങളാണ്, നമ്മുടെ വികാരങ്ങളെല്ലാം മന്ത്രങ്ങളാണ്. അതുകൊണ്ട് ഓർത്തിരിക്കണം, മന്ത്രം മന്ത്രിക്കാനുള്ളതാണ്,
ആ മന്ത്രം പോലും ഉള്ളിലേക്കെടുക്കുന്ന പരമമായ ശക്തിയാണ് ഗുരു. അതുകൊണ്ട് ഗുരുവിന്റെ മുമ്പിൽ മൗനിയായിരിക്കണം, വാചാലനാകരുത്, ഉള്ളുകൊണ്ട് മൗനമായിരിക്കുക. ആ മൗനത്തിന്റെ ഒരു നിശബ്ദതയുണ്ട്. ആ നിശബ്ദതയിൽ നമുക്ക് ഗുരുവിനെ കേൾക്കാം. അങ്ങനെ കേൾക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. അങ്ങനെ കേട്ടതുകൊണ്ടാണ് ന്യൂസിലാൻഡിൽ അയന്റെ കൈകൾ പ്രാർത്ഥനാപൂർവം പ്രണമിതമായത് എന്ന് മാത്രം ഇത്തരുണത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് തീർച്ചയായും നമുക്കും ആ ദിവ്യമായ പാതയിൽ മീരാഭായി എങ്ങനെയാണോ എത്തിയത് അതുപോലെ ഇല്ലെങ്കിലും ആ പരമാത്മാവിനെ ഓർത്തുകൊണ്ടെങ്കിലും നമുക്ക് ആ പാതയിലേക്ക് എത്താൻ കഴിയട്ടെ. അതിന് ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ഹരി ഓം.